കോൺഗ്രസ് അനുകൂല പ്രൈവറ്റ് കോളേജ് അധ്യാപക സംഘടനയായ KPCTA-യിൽ ആഭ്യന്തര കലഹം. സംഘടനയിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടും KPCC നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് നിയോഗിച്ച സമിതി ക്രമക്കേട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനാൽ പിളർപ്പിലേക്ക് നീങ്ങുകയാണ് KPCTA. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനിലാണ് വൻ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയർന്നത്. ആരോപണം അന്വേഷിക്കാൻ KPCC നേരിട്ട് സമിതിയെ നിയോഗിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് T. സിദ്ദിഖ് MLA, വൈസ് പ്രസിഡന്റ് VT ബൽറാം, ഒറ്റപ്പാലം NSS കോളേജ് അധ്യാപകൻ ഡോക്ടർ സജീവ് എന്നിവരാണ് KPCC അന്വേഷണ സമിതിയിലെ അംഗങ്ങൾ. പുറമെ KPCTA മുൻ പ്രസിഡന്റുമാരായ 4 പേരെ ഉൾപ്പെടുത്തി സബ് കമ്മിറ്റിയും രൂപീകരിച്ചു. 2017 മുതലുള്ള വരവ് ചെലവ് കണക്കുകൾ അന്വേഷിക്കാൻ KPCC നിയോഗിച്ച സമിതി സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കണക്കുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ലക്ഷങ്ങളുടെ ക്രമക്കേടാണ്. സാമ്പത്തിക തിരിമറി പരിശോധിക്കാൻ KPCC നേരിട്ട് നിയോഗിച്ച സമിതി ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാത്തതിലാണ് ഒരു വിഭാഗം പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. KPCCക്ക് നൽകാനായി സ്വരൂപിച്ച 10 ലക്ഷം രൂപയിൽ ക്രമക്കേട് നടന്നതായി വ്യക്തമായി. MG സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ പണം ചിലവഴിച്ചതിലും ക്രമക്കേട് കണ്ടെത്തി. KPCC നിയോഗിച്ച സമിതി നേരിട്ട് ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സംഘടന പിളർപ്പിലേക്ക് നീങ്ങുന്നത്. സംഘടനയ്ക്കകത്തെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി നൽകാനും ഒരു വിഭാഗം ആലോചിക്കുന്നു. റിപ്പോർട്ടർ അർജുൻ ഗില്യാഡ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.